അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും നിസ്കരിക്കുന്നവരാണല്ലോ. അപ്പോൾ നിസ്കാരത്തിനിടയിൽ റക്അത്തിന്റെ എണ്ണം മറന്നാൽ എന്ത് ചെയ്യണം എന്നൊക്കെ നമുക്കൊരു സംശയമുണ്ടാകും. നമ്മൾ നിസ്കരിച്ചു കൊണ്ടിരിക്കെ നമ്മൾ രണ്ടാമത്തെ റക്അത്തിലെത്തി എന്തെങ്കിലും കാരണവശാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മയില്ല നമ്മൾ എത്രാമത്തെ റക്അത്താണ് ഇപ്പോൾ നിസ്കരിച്ചത്, എത്രാമത്തെ റക്അത്താണ് നമ്മൾ കഴിഞ്ഞത് എന്ന് ഓർമ്മയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നല്ലേ നമുക്ക് സംശയമായിരിക്കും. പലപ്പോഴും പലർക്കും ഈ ഒരു അബദ്ധം പറ്റിയിട്ടും ഉണ്ടാവും. നിസ്കാരത്തിൽ എന്തെങ്കിലും കാരണവശാൽ അങ്ങ് റക്അത്തങ്ങ് മറന്നു പോകും. നമ്മൾ ഒന്നോ രണ്ടോ ഒന്നും ഓർമ്മയില്ലാതെ അവർ തപ്പിപ്പിടിച്ച് മൂന്നാണെന്ന് വിചാരിച്ചിട്ട് രണ്ടുമ്മലെത്തിയിട്ട് ഒരു റക്അത്തും കൂടി നിസ്കരിച്ചിട്ട് 4 റക്അത്തിൻ്റെതും 3 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടുന്ന ഒരവസ്ഥയൊക്കെ വരും. ഇങ്ങനൊരു സാഹചര്യം നമ്മളിൽ വന്നുപെട്ടാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. റക്അത്തിൻ്റെ എണ്ണത്തിൽ സംശയിച്ചാൽ ഏറ്റവും കുറഞ്ഞ എണ്ണം കണക്കാക്കി റക്അത്ത് പൂർത്തിയാക്കി നിസ്കരിക്കണം. അതായത് നമ്മളോട് എണ്ണം മറന്നു പോയാൽ നമുക്ക് 3 സംശയമുണ്ടെങ്കിൽ നമ്മൾ 2 കണക്കാക്കിയിട്ട് 2 കൂടി അധികം നിസ്കരിച്ചിട്ട് നമ്മൾ സലാം വീട്ടുക. സലാം വീട്ടുന്നതിന് മുൻപായിട്ട് സഹുവിൻ്റെ 2 സുജൂദ് ചെയ്യൽ അവന് സുന്നത്താണ്. സഹുവിൻ്റെ സുജൂദ് ചെയ്തിട്ടില്ലെങ്കിലും നിസ്കാരം സ്വഹീഹാകും. സലാം വീട്ടിയ ഉടനെയാണ് സഹുവിൻ്റെ സുജൂദ് ഉപേക്ഷിച്ചത് ശ്രദ്ധയിൽപ്പെട്ടതെങ്കിൽ ഉടനെ തന്നെ അത് ചെയ്യാവുന്നതാണ്. സമയം അല്പം നീണ്ടതിനു ശേഷമാണ് ഓർമ്മ വന്നതെങ്കിൽ അതിൻ്റെ സമയം നഷ്ടപ്പെട്ടു. റക്അത്തുകളുടെ എണ്ണം കുറവായോ എന്ന് സംശയിക്കുകയും അതുകൊണ്ട് വരാതെ സഹുവിൻ്റെ സുജൂദ് മാത്രം ചെയ്താൽ മതിയാകുകയില്ല. നമ്മൾ അത് കൊണ്ടുവരാൻ മറന്നു പോയാൽ സലാം വീട്ടിയാൽ സമയം ദീർഘിക്കുന്നതിൻ്റെ മുമ്പ് ഓർമ്മ വന്നാൽ കുറവെന്ന് സംശയിച്ചാൽ റക്അത്ത് നിസ്കരിക്കണം. സഹുവിൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുമാണ്. സലാം വീട്ടി കുറേ കഴിഞ്ഞാണ് ഓർമ്മ വന്നതെങ്കിൽ നിസ്കാരം അടക്കണം. കൂടുതലാവാണ് സാധ്യതയുണ്ടെന്ന വിചാരത്തോടെ റക്അത്ത് നിസ്കാരത്തിൽ കൊണ്ടുവരുമ്പോഴാണ് സഹുവിൻ്റെ സുജൂദ് സുന്നത്തുള്ളത്. ഉദാഹരണത്തിന് ളുഹ്ർ നിസ്കാരത്തിൽ നിസ്കരിച്ചു കഴിഞ്ഞ റക്അത്തുകൾ 3 4 എന്ന് സംശയിച്ചാൽ അത് 3 എന്ന് വെച്ച് ഒരു റക്അത്ത് കൂടി കൊണ്ടുവരണം. സഹുവിൻ്റെ സുജൂദും ചെയ്യണം. ഈ അവസാന റക്അത്ത് കൊണ്ടുവരുന്നതിനിടയിലോ കൊണ്ടുവന്ന ശേഷമോ സംശയം നീങ്ങുകയും അത് 4ാമത്തേതെന്ന് ഉറപ്പായാലും സഹുവിൻ്റെ സുജൂദ് ചെയ്യണം. ഈ അവസാന റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്നതിന് മുമ്പും സംശയം നീങ്ങുകയും അത് 4ാമത്തേതെന്ന് ഉറപ്പാക്കുകയും ചെയ്താൽ സഹുവിൻ്റെ സുജൂദ് സുന്നത്തില്ല. അപ്പോൾ നിസ്കാരത്തിൽ റക്അത്തിൻ്റെ എണ്ണം മറന്നാലും സംശയമുണ്ടെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് തരിക. ഇസ്ലാമിക് വീഡിയോകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അവർക്ക് സംശയമുള്ള ഒരു വിഷയമാണെങ്കിൽ അവരുടെ സംശയം മാറട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും.